ഇപ്പോൾ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് അദ്ദേഹം. അവിടേക്ക് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് വാടിക്കൽ രാമകൃഷ്ണന്റെ ഭവനത്തിലേക്ക് അദ്ദേഹം എത്തും. അവിടെ സന്ദർശനം നടത്തുമെന്നാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇതും പൂർത്തിയാക്കിയ ശേഷം തിരുവാങ്ങാട് രാമക്ഷേത്രത്തിലേക്കായിരിക്കും കേന്ദ്രമന്ത്രി എത്തുക. എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അരുൺ കൊടുങ്ങൂർ കൂടി അവിടെ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അദ്ദേഹം എന്തായാലും ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാമാനിക്കുന്ന് ക്ഷേത്രമാണ്. അവിടേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു ക്ഷേത്ര ദർശനത്തിനായി. അദ്ദേഹം ഇന്നലെ മുതലാണ് ഈ വടക്കൻ കേരളം പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ആ പര്യടനം തുടരുകയാണ്. ഇന്നും വിവിധ ഇടങ്ങളിലായി അദ്ദേഹം എത്തുന്നുണ്ട്. അരുൺ കൊടുങ്ങൂരാണ് അവിടെ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ, ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അല്പസമയങ്ങൾക്ക് മുമ്പാണ് മാമനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. എന്തായാലും രണ്ടാം ദിവസത്തെ സന്ദർശനമാണ് കണ്ണൂർ ജില്ലയിലെ അദ്ദേഹത്തിന്റെ. ഇന്നലെ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയായിരുന്നു അദ്ദേഹത്തിന് എല്ലാ ഇടങ്ങളിലും ലഭിക്കുകയും ചെയ്തിരുന്നത്. ഇന്നും സമാനമായ രീതിയിൽ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒപ്പം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം വരുന്ന വിവരം അറിഞ്ഞ് ഈ ഒരു സന്നിധിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ പലയിടങ്ങളിലും തിരക്ക് നിയന്ത്രിക്കുന്നതിന് തന്നെ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് രാവിലെ ഇന്ന് അതിന് സമാനമായ രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ മാമനിക്കുന്ന ശ്രീ മഹാദേവി ക്ഷേത്രത്തിലും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. പ്രത്യേക പൂജകൾ, വഴിപാടുകൾ 15 മിനിറ്റോളം അദ്ദേഹം ഈ ക്ഷേത്ര സന്നിധിയിൽ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 പരിപാടികൾ എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകമായ വാടിക്കൽ രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സന്ദർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയാം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ പ്രതിയായ ഒരു കേസാണ്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമാണ്. ഈ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ മാനം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അതിനുശേഷം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും കണ്ണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുക. ഇവിടെ BJP നേതാക്കളും പ്രവർത്തകരുമായെല്ലാം തന്നെ അദ്ദേഹം സംസാരിക്കും. അവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കും. 4:30ക്കാണ് അദ്ദേഹം കണ്ണൂരിൽ നിന്നും മടങ്ങുക. നേരെ തൃശ്ശൂരിലേക്കാണ് മടങ്ങുക. അദ്ദേഹത്തിന് സ്വപ്നതുല്യമായ ഭൂരിപക്ഷം നൽകിയ അവിടേക്കാണ്, ആ മണ്ഡലത്തിലേക്കാണ്, തന്റെ സ്വന്തം മണ്ഡലത്തിലേക്കാണ്, തന്നെ സ്നേഹിക്കുന്ന ആളുകളെ കാണാനാണ് അദ്ദേഹം എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രമന്ത്രിയായതിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശനം തന്നെയാണ്. കേരളത്തിന് ലഭിക്കുന്ന അർഹമായ ഒരു പ്രാതിനിധ്യം, അർഹമായ ഒരു പരിഗണന, ഏറ്റവും മികച്ച വകുപ്പുകൾ തന്നെ നൽകിക്കൊണ്ട് കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. കൃത്യമായ ഒരു പരിഗണന കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്നു. തനിക്ക് ലഭിക്കുന്ന ഏറ്റവും ഉദാത്തമായ വകുപ്പുകളാണ് അദ്ദേഹം. ആ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയതിന്റെ ഏറ്റവും വലിയ ടാസ്കാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിനിയോഗിക്കും. ജനനന്മയ്ക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ തനിക്ക് ലഭിച്ച സ്ഥാനലബ്ധി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കൃത്യമായ ഒരു പരിഗണന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 2 കേന്ദ്രമന്ത്രി സ്ഥാനമാണ് കേരളത്തിനായി ലഭിച്ചിരിക്കുന്നത്. അതിലൊന്ന് തൃശ്ശൂരിൽ മിന്നുന്ന വിജയം നേടിയ, കേരളത്തിൽ ചരിത്രപരമായ വിജയം നേടിയ, BJPയെ സംബന്ധിച്ചോളം, ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി മികച്ച രീതിയിലുള്ള ഒരു വിജയം നൽകിയ തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടം, കടുത്ത ത്രികോണ മത്സരം നടന്ന ഒരു മണ്ണ്. അവിടെ ഇടത് വലത് മുന്നണികളെ, സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ലീഡോടുകൂടി, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഒരു വൻ വിജയം നേടിയ ഒരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം എന്നുള്ള ഒരു വലിയ പദവി കൂടി തൃശ്ശൂരിന് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ
സമ്മാനിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മാമനികുന്ന് ക്ഷേത്ര മഹാദേവി ക്ഷേത്രത്തിലെ ദർശനം തുടരുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നുമാണ് അദ്ദേഹം നേരെ ആ ഒരു കാര്യങ്ങൾ കൂടി സുരക്ഷ ഒരുക്കി പോലീസും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തലശ്ശേരിയിലേക്കാണ് ഇനി ഇവിടെ നിന്നുള്ള അദ്ദേഹത്തിന്റെ അടുത്ത യാത്ര. അവിടെയും കൃത്യമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കി പോലീസ് ഒപ്പം ഉണ്ട്. എന്തായാലും എടുത്തു പറയേണ്ടത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം, അതായത് കേരളത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണമായ ഒരു നിമിഷമാണ്. പക്ഷേ കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ആദ്യം തെരഞ്ഞെടുത്ത ജില്ല കണ്ണൂരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിജയത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളം ബലിദാനികളുടെ നാടാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബലിദാനികൾ ഉള്ള ഒരു നാട് കൂടിയാണ് കണ്ണൂർ. ആ ഒരു നാട്ടിലേക്ക് തന്നെ സുരേഷ് ഗോപി ആദ്യമായി എത്തുന്നു. അതോടൊപ്പം തന്നെ അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനൊപ്പം തന്നെയാണ് ഈ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക്, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാണെന്ന് ഉള്ള ആ ഒരു വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൃത്യമായ ഒരു കാര്യങ്ങൾ ഇതിലൂടെയെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ക്ഷേത്ര ദർശനം, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ദർശിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ 2 ദിവസത്തെ സന്ദർശനത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 15 മിനിറ്റോളം ഈ ക്ഷേത്ര സന്നിധിയിൽ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെട്ടിരുന്നത്. എന്തായാലും ക്ഷേത്ര ദർശനം അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിനുശേഷമാണ് ക്ഷേത്രം അധികൃതരുമായി ചർച്ച നടത്തും. ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ക്ഷേത്രത്തിൽ നിന്നും നേരെ പോവുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ണൂരിലെ സന്ദർശനം തന്നെയാണ്, രാഷ്ട്രീയ സന്ദർശനം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നലെ EK നയനാരുടെ, മുൻ മുഖ്യമന്ത്രിയായ EK നയനാരുടെ വീട്ടിലടക്കം ചെന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത, അത് ആ വാക്കുകൾ, അതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം എത്രത്തോളം ജനകീയനായ, അല്ലെങ്കിൽ എത്രത്തോളം ജനകീയമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, അദ്ദേഹം ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാം തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ഇരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഇന്നലെ കൊട്ടിയൂരും അതോടൊപ്പം തന്നെ പത്നിക്കടവിലും ഒക്കെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് ഏറെ പണിപ്പെട്ടിരുന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ, അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കുവാൻ, അതായത് ഒരു ഫോട്ടോ എടുക്കുക തന്നെ നിരവധി ആളുകളായിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തടിച്ച് കൂടിയിരുന്നത്. ഇന്നും ഇത്തരത്തിൽ അതേ അവസ്ഥ തന്നെയാണ്. മാമനിക്കുന്ന് ക്ഷേത്രത്തിൽ രാവിലെ 7 മണിയോടെ അദ്ദേഹം എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കൃത്യമായ ഒരു സ്വീകരണം തന്നെയാണ് ക്ഷേത്രം അധികൃതരും അതോടൊപ്പം തന്നെ ഇവിടെ അദ്ദേഹത്തെ കാത്തുനിന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുമെല്ലാം തന്നെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം പ്രസാദങ്ങൾ വാങ്ങിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്നും അദ്ദേഹം മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ മാമനിക്കുന്ന് ക്ഷേത്ര ദർശനത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഇതേ തുടർന്ന് വാടിക്കൽ രാമകൃഷ്ണന്റെ ഭവനത്തിലേക്ക് എത്തും. അവിടെ സന്ദർശനം നേരത്തെ നിശ്ചയിച്ച പ്രകാരം തന്നെ നടത്തും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. എന്തായാലും ക്ഷേത്രത്തിൽ അവിടുത്തെ ജീവനക്കാരോടും ഒക്കെ സംസാരിക്കുകയാണ് അദ്ദേഹം. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അരുൺ കൊടുങ്ങൂരിലേക്ക് വീണ്ടും. അരുൺ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടികളൊക്കെ അരുൺ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെയും അദ്ദേഹം സമാനമായ രീതിയിൽ കണ്ണൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. ഒരുപക്ഷെ അതിൽ വേറിട്ട് നിന്നിരുന്ന കാഴ്ച ശാരദാസ് വീട്ടിലെ കാഴ്ചയാണ്. കാരണം മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ കല്യാശ്ശേരിയിലെ വീട്ടിൽ അദ്ദേഹം എത്തിയിരുന്നു. ശാരദ ടീച്ചറെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ശാരദ ടീച്ചർ അടക്കം നമ്മളോട് വൈകാരികമായാണ് പ്രതികരിച്ചിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലായിടത്തും കൃത്യമായ ഒരു സ്വാധീനം, ജനമനസ്സുകളിൽ കൃത്യമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് തന്നെ സുരേഷ് ഗോപിയെ വിശ്വസിക്കാം. അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള
വലിയ ഒരു ജനപിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വലിയ വിജയം തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിനെ തേടിയെത്തുകയും കൃത്യമായ ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്ക് അയക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇന്നലത്തെ ഈ മുൻ മുഖ്യമന്ത്രിയായ ഇ.കെ. നയനാറുടെ വീട്ടിലുള്ള ഒരു സന്ദർശനം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എത്ര കൃത്യമായാണ്, എത്ര പ്രൗഢമായാണ് സുരേഷ് ഗോപിയെ ഈ വീട്ടിലേക്ക് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഒരു ഉച്ചഭക്ഷണം അടക്കം അവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ആ കുടുംബത്തിന്റെ സ്നേഹം പങ്കിട്ട് വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതിനുശേഷം ഇ.കെ. നയനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ കേരള സമൂഹം കേൾക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മാമനിക്കുന്ന് ക്ഷേത്രത്തിലെ മഹാദേവി ക്ഷേത്രത്തിലെ ദർശനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപി പുറത്തേക്ക് വരും. ഇതിനുശേഷമാണ് ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികളിലേക്ക് അദ്ദേഹം കടക്കുക. എന്തായാലും എല്ലായിടങ്ങളിലും സമഗ്രമായ ഒരു കവറേജുമായി ജനം ടിവിയും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ആദ്യം ഇന്നലെ കോഴിക്കോട് എത്തിയത് മുതൽ തന്നെ നമ്മുടെ ജനം ടിവിയുടെ പ്രത്യേക വാർത്താ സംഘവും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. എല്ലാ ഇടങ്ങളിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ഇന്നത്തെ സന്ദർശനത്തിലും കൃത്യമായ തത്സമയ ദൃശ്യങ്ങളടക്കം നമ്മൾ ചിത്രീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തോടെയാണ്, ഏറ്റവും ഹൃദ്യമായി തന്നെയാണ് അദ്ദേഹത്തിനെ ഓരോ ഇടങ്ങളിലും സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.